സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു വില്ലേജ് ഓപ്പറേറ്റർ ഉണ്ടാക്കാൻ പോവാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലിട്ട് കിടക്കാം. ഇപ്പൊ നമുക്ക് എന്തായാലും കോപ്പറിന്റെ ഒരു കേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് സംഭവം എന്ന് പറയുമ്പോൾ ടാസ്ക് ചെയ്തിട്ടാണ്. ഇത് കുറെ പേർക്ക് കിട്ടും, കുറെ പേർക്ക് കിട്ടില്ല. സംഭവം എന്ന് പറയുമ്പോൾ കോപ്പർ കോളത്തിന്റെ ഒരു സ്റ്റാച്ചു വെക്കുക, അല്ലെങ്കിൽ ട്വിച്ചിന്റെ ലൈവ് 5 മിനിറ്റ് കാണാം മൈൻക്രാഫ്റ്റിന്റെ, അങ്ങനത്തെ കുറച്ച് ടാസ്ക് വഴിയാണ്. ഞാൻ എന്തായാലും ട്വിച്ചിന്റെ ലൈവ് കണ്ടിട്ടാണ് എനിക്ക് ഈ കേപ്പ് കിട്ടിയത്. എന്തായാലും നൈസ് സാധനമാണ്. സോ ഈ വീഡിയോ അന്ന് വരെ സമയമുണ്ട് ഗൈസ്. ഇപ്പൊ കിട്ടിയവർക്കെല്ലാം കൺഗ്രാറ്റ്സ്. കിട്ടാത്തവർക്ക് ഇനിയും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവര് കൊണ്ടുവന്നായിരിക്കും ഗൈസ്. ഇതുവരെ കുറെ കേപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇപ്പൊ നമ്മുടെ വീടിൽ നിന്ന് ഇറങ്ങി ആ ഒരു ഡയറക്ഷൻ പിടിച്ച് പോകണമെങ്കിൽ നമുക്ക് വില്ലേജ് കാണാൻ പറ്റും. നമ്മൾ എക്സ്പ്ലോറിങ്ങിന് ഓഫ് ക്യാമറയിൽ പോയിട്ടുണ്ടായി. അപ്പൊ ആ ഡയറക്ഷനാന്ന് തോന്നുന്നു. കാര്യം ഇത് നമുക്ക് ഇറങ്ങി വേണം പോകാൻ. നേരെ പോയി കഴിഞ്ഞൊരു വില്ലേജർ ഔട്ട് പോസ്റ്റിലേക്കാണ് നമ്മൾ കയറി ചെല്ലണത്. അതുവഴി വേണം പിന്നെ നമ്മൾ കറങ്ങി വരാൻ. ഈ സാധനം ഇവിടെ ഉണ്ട് ഗൈസ്. അതിന്റെ പെട്ടി അവിടെ മറ്റേ പച്ച കളർ അല്ലെങ്കിലും ഈ സാധനം ഇതുവരെ ആയിട്ടില്ല. ഇതിപ്പോ എന്താ സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ അന്ന് ഇനി വീഡിയോയിൽ അടിച്ചൊരു ആക്സ് കൊണ്ടാണോ എന്നൊരു ഡൗട്ട് ഇല്ലാണ്ട്. നീ ഇത് പെട്ടെന്ന് വന്നത് ടെക്സ്ചർ പാക്കിനാണ് ഗൈസ്. അയ്യോ ലാഗടിക്കണം. ടെക്സ്ചർ പാക്ക് ഞാൻ മിക്കവാറും ഓഫ് ചെയ്യും ഗൈസ്. ഞാൻ കണ്ടില്ലേ ആ വില്ലേജർ പോസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഡയറക്ഷൻ തന്നെയാണ്. നമുക്കത് എന്തായാലും കറങ്ങി വേണം പോവാൻ. ഈ വഴി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. സോ അപ്പൊ നമ്മളെ വില്ലേജ് എത്തിയിട്ടുണ്ടതേ. ഇതാണ് ഔട്ട് പോസ്റ്റ്, ഇതാണ് വില്ലേജ്. ഇനി ഔട്ട് പോസ്റ്റ് ഞാൻ എപ്പോഴാണ് ശ്രദ്ധിക്കണതേ, ഈ ഒരു ഹൈറ്റ് കണ്ടോ? ഇത് എന്താ സംഭവം എന്ന് എനിക്ക് പിടിയിട്ടില്ല. ഇതിന്റെ ഈ ബേസ്മെന്റ് അല്ലല്ല, ഫൗണ്ടേഷൻ തന്നെ ഭയങ്കര ഹൈറ്റിലാണ്. ഇതിനിപ്പോ അങ്ങോട്ട് പോയി നോക്കാനുള്ള ധൈര്യം എനിക്കില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് ഈ സ്ഥലമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഈ സാമാനം എടുക്കുക, ഇതടിച്ചു മാറ്റുക. നമ്മ വില്ലേജ് കണ്ടു കഴിഞ്ഞാൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന എല്ലാം മത്തിക്കൊള്ളണം. അത് നമ്മുടെ റെജിമോന്റെ പോളിസിയാണ് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് സ്മിത്തിന്റെ വീട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ഗ്രൈൻഡ് സ്റ്റോൺ ഇവിടെ നിന്ന് അടിച്ചു മാറ്റണം. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഉള്ളിൽ എന്താന്ന് നോക്കണം ഗൈസ്. ഇവിടെ ആളുണ്ടായിരുന്ന ഇയാളിപ്പോ പുറത്ത് പോകണ്ട. ഇവിടെ ബെഡില്ല. അപ്പൊ നമ്മള് എന്തായാലും ഫസ്റ്റ് ഒരു ബോട്ട് ഇവിടെ വെച്ചേക്കാം. നീതി കിടന്നൊക്കെ സഫോക്കേറ്റ് ആവും മാതിരി, അതെനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആ നേരം പോയി ഇവിടെ വല്ലതും കിടന്നുറങ്ങാം. അങ്ങനെ സക്സസ്ഫുള്ളി നമുക്ക് 2 ഈ മച്ചന്മാരെ കിട്ടിയിട്ടുണ്ട്. എന്റെ പേര് വില്ലേജേഴ്സിനെ കിട്ടി. അപ്പൊ എന്തായാലും നമ്മള് ഫാം ഉണ്ടാക്കാൻ പോണ സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഏരിയയിലായിട്ടായിരിക്കും ഫാം ഉണ്ടാക്കാൻ പോണത്. ഇവിടെ നിന്ന് നമുക്ക് വെള്ളം വഴി ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ പണിയാൻ പോണത്. ഇപ്പൊ എന്താവുമെന്ന് അറിയില്ല. പിന്നെ നേരത്തെ ടെക്സ്ചർ പാക്ക് ഞാൻ എന്തായാലും ഓഫ് ചെയ്തിട്ടുണ്ട്. കാര്യം റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല ലാഗ് ഉണ്ടാവുള്ളൂ ഗൈസ്. അല്ലാത്തപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ വല്ല ബിൽഡൊക്കെ ചെയ്തിട്ട് അവസാനം ആകുമ്പോൾ നമ്മൾ ആ ടെക്സ്ചർ ഓൺ ആക്കുക, അതായിരിക്കും ബെറ്റർ. സോ നമുക്ക് ഈ ഒരു ഏരിയ ഇത്തിരി ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാണ്ട് നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്യാം. സോ ഇനി നമ്മുടെ മെയിൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോ എടുക്കുക. ഈ വാട്ടർ ബക്കറ്റ് കൊണ്ട് നമുക്കൊരു നടുഭാഗത്തായിട്ട് ലൈക്ക് ഇവിടെ നിന്ന് എടുക്കാം. 1 2 3 4 ഇവിടെ 5ാമത്തെ ബ്ലോക്കിൽ കുഴി ഉണ്ടാക്കി വെള്ളം ഒഴിക്കാനായിട്ട് ചുറ്റിനും ഇതിങ്ങനെ ഇത് ചെയ്യാം. 1 2 3 4 1 2 3 4 നമുക്കിനി ഫുള്ള് കവർ ചെയ്യാം ഗൈസ്. ഇതാണ് അപ്പൊ നമുക്ക് ഇനി വില്ലേജിൽ നിന്ന് മത്തി കഴിഞ്ഞാൽ ഇത്രയും 1.5 സ്റ്റാക്ക് പൊട്ടാറ്റോ ഇവിടെ മൊത്തം നട്ടു വെക്കാം. കാര്യം നമ്മൾ ഫാം ചെയ്യണ നേരം കൊണ്ട് ഇത് വളരട്ടെ എന്നുള്ള രീതിയിലാണ് ഇത്. പക്ഷെ വളരുമെന്ന് എനിക്ക് തോന്നണില്ല. സോ നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്യാം.
നമ്മളിവിടെ മൊത്തം നട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ചുറ്റിനും ഇത് കവർ ചെയ്യാന്നുള്ളതാണ്. ഒരു 2 ബ്ലോക്ക് ഹൈറ്റില് ഫസ്റ്റ് നമുക്ക് എന്തായാലും ഇങ്ങനെ കൊണ്ടുവരാം. നമുക്ക് സെക്കൻഡ് ലെയർ ഇവിടെ പണിയാം ഗൈസ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഏതാ ഈ സെൻട്രൽ ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്നൊരു 3 ബ്ലോക്ക് ഇത് കളയണം. ഒന്നൊരു പൊട്ടറ്റ പൊട്ടിപ്പോയി, ഒന്നര 2 എന്നിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് ഇവിടെ കുഴിക്കുക. തൽക്കാലം ഇത്രയും കുഴിച്ച് വെക്കാം. നമുക്കിത് എന്തായാലും ഡീപ്പായിട്ട് കുഴിക്കാനുണ്ട്. ഇനി നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവിടോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. 1 2 3. ഇനിയാണ് നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ് വന്നത്. അതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ക്രാഫ്റ്റ് ടേബിൾ വഴി സ്ലാബ്സ് ഉണ്ടാക്കണം. കുറച്ച് 24 എണ്ണം മതിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. എന്നിട്ട് ഇത് നമുക്ക് ഈ ഒരു പാർട്ട് മൊത്തം സ്ലാബ് കൊണ്ട് കവർ ചെയ്യുക. ഒരുവിധം പണി തീർത്തിട്ടുണ്ട്. ഈ നടുക്ക് 2 കമ്പോസ്റ്റർ വെച്ചിട്ടുണ്ട്. അത് വാട്ടർ ബ്ലോക്കിന്റെ മുകളിൽ ഹാഫ് സ്ലാബ് വെച്ചിട്ട് ആ ഒരു സെറ്റപ്പാണ് ചെയ്തേക്കാണ്ട്. 4 സൈഡ് നമുക്ക് ടോർച്ച് വെക്കാനുണ്ട് കേട്ടോ. ഇപ്പൊ 4 സൈഡ് ടോർച്ച് ആയിട്ടുണ്ട്. കാര്യം അതിന്റെ ഉള്ളിൽ ഒന്ന് സ്പോൺ ആവാണ്ടിരിക്കാനാണ് മോബ്സ്. ഇനി നമുക്ക് ഈമാരെ അതിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിടാം ഗൈസ്. ഇത് പണി പിടിച്ച പണിയാണോന്ന് വെച്ചാൽ അല്ല, പക്ഷെ ഇത്തിരി ചടങ്ങാണ്. ഇവന്മാര് ഓടിപ്പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. ബടകുട്ട വന്നു ഗൈസ്. അനുസരണയുള്ള ചെക്കന്മാരാ. ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ ആ ബോട്ട് പൊട്ടിക്കണതിന് മുമ്പ് ഈമാര് ഓടിപ്പോകരുത്. അതിനുള്ള സ്റ്റെപ്പ് ചെയ്യാം. അതായത് ഇവിടെ നടുക്ക് ഒരു സ്ലാബ് തന്നെ വയസ്സിൽ 3 എണ്ണം. അത് ഞാൻ വിട്ടുപോയി. സ്ലാബും വേണം, ട്രാപ്പ് ഡോറും വേണം. എന്നിട്ട് നമുക്ക് 3 ട്രാപ്പ് ഡോറ് ഇങ്ങനെ വെക്കാം. ഈ സാധനം പൊട്ടിച്ച് കളയാം. എന്നിട്ട് നമ്മുടെ സ്ലാബ് 3 എണ്ണം ഇതിങ്ങനെ തന്നെ. ഇനി നമുക്ക് ആ തുറന്നിടതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇങ്ങനെ താഴെ പോയിട്ട് 2 ബ്ലോക്ക് കൂടി കുഴിക്കുക. അയ്യോ, 2 എണ്ണം വേണ്ടായിരുന്നു, 1 ബ്ലോക്ക് മതി. അല്ല, 2 ബ്ലോക്ക് വേണം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് 8 ബ്ലോക്കാണ് ദൂരം തന്നെ. 8 എണ്ണം മടിയായതുകൊണ്ട് കറക്റ്റ് ഇവിടെ വരും. ഇനി നമുക്ക് ഇവിടെ താഴത്തേക്ക് പണിയാം. താഴത്തേക്ക് കുഴിക്കാം. ടോർച്ച് വെക്കട്ടെ, അല്ലെങ്കിൽ കണ്ണ് കാണില്ല. ഹാർഡ് കോറും കൂടിയാ. ഗെയിം ഹാർഡിലായതുകൊണ്ട് മോബ്സ് ഇവിടെ സ്പോൺ ആയി കഴിഞ്ഞാൽ പെട്ടു ഓടാൻ പോലും സ്ഥലം കിട്ടില്ല. നമുക്ക് തൽക്കാലം ഇങ്ങനെ 2 സ്ലാബ് വെക്കാം. ഇവിടെ വന്ന് നിൽക്കണം രീതിയിലാണ്. അയ്യോ, സ്ലാബ് വെച്ചിട്ട് ഇമാരി മറ്റേ ചെറുതായിട്ടല്ലേ വന്നെ. നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് ഒരു കുഴി പിടിക്കാം ഗൈസ്. പുറത്തെത്തി.
അയ്യോ ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. അയ്യോ 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 അയ്യോ. ചത്തി എത്തി 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 എത്തി. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ മണ്ടത്തരം കൈസ്. പിന്നെ ജസ്റ്റ് മിസ്സാകുന്നത്. എന്തോ ഭയത്തിന് ഈ ബഗ് എഡിഷൻ കൊണ്ട് തന്നെ എന്തോ ഭയത്തിന് അവന്മാര് ചത്തില്ല. ബഗ് എഡിഷൻ ആയതുകൊണ്ട് ആ കൂടി ഒരു ഉപകാരം ഉണ്ടായി ഗൈസ്. ആ റൗണ്ട് അവിടെ ഒന്ന് എന്തോ ഗ്ലിച്ചായി, ടോർച്ചിന്റെ ബന്ധപ്പെട്ടിട്ട്. ഇതുകൊണ്ട് നമുക്ക് ഈ സാധനം പൊട്ടിച്ചളയാം, അല്ല ശരിയാവില്ല പണ്ടാരം പഠിക്കാനായിട്ട്. നമുക്കിനി ഈ അപ്പുറത്തെ സൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. ക്ലോസ് ചെയ്യാനുള്ള ഡീപ് സ്ലേറ്റ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി താഴെ നമ്മുടെ കുറെ ആക്രി ഇട്ടിട്ടുണ്ട്, അതെല്ലാം നമുക്ക് തിരിച്ചെടുക്കാം. സോ നമുക്ക് ഇവിടെ ഒരു ടോർച്ചും കൂടി വെച്ചിട്ട് ഈ സ്ഥലം ഒന്ന് അടച്ചേക്കാം. അയ്യോ അടക്കല്ലേ മണ്ടത്തരം കാണിച്ചു. പിന്നെ നമ്മുടെ ഇനി ഇത്തിരി റിസ്ക് പിടിച്ച ടാസ്ക് എന്ന് പറയുമ്പോൾ അയ്യോ ഓടിച്ചിടിച്ച് ബോട്ട് പൊട്ടിക്കാനുള്ളായിരുന്നു. ബോട്ട് പൊട്ടിച്ച് ബോട്ട് എന്തായാലും അവിടെ കിടക്കട്ടെ. അടിക്കാണ്ട് തന്നെ ബോട്ട് പൊട്ടിക്കാനുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു നമ്മൾ നോക്കിയത്, പക്ഷെ അമ്മമാരെ അടിച്ചിട്ടുണ്ട്. ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല രീതിക്ക് വെയിറ്റ് ചെയ്യണം. ഇമാര് സാധനങ്ങള് ഗ്രോ ആയി, അത് ഇമാര് ഹാർവെസ്റ്റ് ചെയ്ത് ഇമാരുടെ ഇൻവെന്ററി ഫുള്ളായി ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ ഈ ബ്രീഡർ സ്റ്റാർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല വിഷയമാണ് ഗൈസ്. ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമല്ല ഈ ബ്രീഡറിന്. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഏറ്റവും ഈസിയസ്റ്റും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമാണിത്. അതുകൊണ്ടാണ് ഈ ബെഡ് റോക്ക് മാത്രമല്ല മിക്ക പ്ലേയേഴ്സും ഈ സാധനം പണിയാണത്. സോ ഇതിന്റെ റിസൾട്ട് എന്തായാലും വർക്ക് ചെയ്യണമെന്ന് തന്നെയാണ് നിഗമനം. കാര്യം ഞാൻ ഇത് ക്രിയേറ്റീവ് വേൾഡിൽ ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായി. സോ എന്തായാലും വർക്ക് ചെയ്യും ഗൈസ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച അടുത്ത വീഡിയോ ആയിട്ട് കാണുക. എല്ലാവർക്കും ബൈ ഗൈസ്.